ഹായ് ഡിയേഴ്സ്, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഉരുക്ക് വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ ഇതിന് പറയും. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു എണ്ണയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ തേങ്ങ അങ്ങനെ ചെത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ചിരകിയിട്ടല്ല ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. ആദ്യം ഇങ്ങനെ തേങ്ങ ചെത്തിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ആ പാൽ ഇങ്ങോട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആ ഒരു പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാനിത് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വറുത്ത് വെക്കുകയാണ് ചെയ്തത്. ഞാനിവിടെ ഒരു 8 തേങ്ങയാണ് എടുത്തത് കേട്ടോ. ചെറിയ തേങ്ങയായിരുന്നു. അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അടർത്തിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു ആദ്യത്തെ തേങ്ങാപ്പാൽ എടുത്തു. അപ്പോൾ ബാക്കിയുള്ളതും ഞാനിതാ ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ടില്ല. തേങ്ങാപ്പാൽ കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് കറിക്ക് വേണ്ടിയിട്ടൊക്കെ വറുത്ത് വെക്കും വേണം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം, ഒരു കുറച്ചധികം ഞാൻ അരച്ചെടുത്തിട്ടില്ല കേട്ടോ. ചെറിയ തരികളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു വെളിച്ചെണ്ണയാണ്. അപ്പോൾ തേങ്ങാപ്പാലെല്ലാം ഇതാ അതുപോലെ പിഴിഞ്ഞെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു അടി കട്ടിയുള്ള ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉരുളിയാണ്. നല്ല കട്ടിയുള്ള ഉരുളി ഉണ്ടല്ലോ, അതാണ് എടുത്തത്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ ഒന്നും കൂടി അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഇതേപോലെ അരിച്ച് ഉരുളിയിലേക്ക് ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇത് വെക്കരുത്. ഇതിങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കണം. നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒന്ന് ചൂടാവുന്ന വരെ കുഴപ്പമില്ല. അതിന് ശേഷം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഉരുക്ക് വെളിച്ചെണ്ണയുടെ ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചൊറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് പോവാൻ സഹായിക്കും. തീരെ കനം കുറഞ്ഞൊരു ഓയിലാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആക്കും. ബാക്ടീരിയ, നമ്മുടെ ശരീരത്തിൽ വല്ല ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടുന്ന ഒരു എണ്ണയാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കുറച്ചെങ്കിലും വീട്ടിൽ ഉണ്ടാക്കി വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് എപ്പോഴാണ് ചൊറിച്ചൽ അല്ലെങ്കിൽ അങ്ങനെ സ്കിൻ ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്കിത് കുറച്ചെടുത്ത് തേക്കുക. അതുപോലെ തന്നെ ഡെയിലി നമുക്ക് കുറച്ചെടുത്തിട്ട് തേച്ച് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ഇതാ തേങ്ങാപ്പാലൊക്കെ ഇതാ തിളച്ച് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണയുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിക്കാണ് കേട്ടോ. മുടി നല്ല ഫാസ്റ്റായിട്ട് വളരാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താരനൊക്കെ പെട്ടെന്ന് പോവും. താരനുള്ളവർക്കൊക്കെ ഇത് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ വെളിച്ചെണ്ണ എപ്പോഴും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ കുറഞ്ഞ അളവിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ തേങ്ങ ചിരകേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്ത പോലെ അങ്ങനെ കഷ്ണമാക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ള ആ ഒരു തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അത് ഇതേപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കിയുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് വറുത്ത് വെക്കുകയാണ്. നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഓരോ ടീസ്പൂൺ വീതം ഡെയിലി വായയുടെ ഉള്ളിൽ ഒന്ന് ഗാർഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല്ലിൻ്റെ ഒരു ഇൻഫെക്ഷനും പല്ലിൻ്റെ ഒരു കറകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോകാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഗുണങ്ങളാണ്. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള പല ഗുണങ്ങളും ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണയ്ക്കുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു
ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കാനായിട്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചല്ലേ കിട്ടുള്ളൂ എന്ന്. പക്ഷേ നമ്മൾ സാധാ വെളിച്ചെണ്ണ തേക്കുന്നതിനെക്കാട്ടിയും നല്ല എഫക്റ്റീവാണ് ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ. കുറച്ച് തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത്രയും ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഈ തേങ്ങാപ്പാലിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാക്കിയുള്ള ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, ആ എണ്ണ അതിങ്ങനെ നല്ല ക്രിസ്പി ആവും, നല്ല ഇങ്ങനെ മൊരിഞ്ഞ് വരും. കണ്ടോ, കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. എണ്ണ ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ ഊറി വരുന്നുണ്ട്. അപ്പോൾ അതുവരെ നല്ല ക്രിസ്പി ആവുന്ന വരെ നമ്മൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കണ്ടോ, ഏകദേശം റെഡി ആവാനായിട്ടുണ്ട്. ഞാനൊന്ന് കടിച്ച് നോക്കിയപ്പോൾ നല്ല അങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറും മണവും ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. നമുക്ക് നല്ല മണമാണ് ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണയുടെ. അപ്പോൾ ഇതിൽ നിന്നുള്ള ആ ഒരു ബ്രൗൺ കളറൊക്കെ മാറ്റിയിട്ട് നമ്മളൊരു തുണിയിലേക്ക് അരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള എണ്ണ കിട്ടും. അപ്പോൾ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ തേങ്ങ വറുത്തതുണ്ടല്ലോ, നമ്മൾ തേങ്ങാപ്പാൽ എടുത്തതിൻ്റെ ബാക്കിയുള്ളത്, അത് ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെക്കുകയാണ്. പൊടിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. വെർജിൻ കോക്കനട്ട് ഓയിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഉണ്ടാക്കാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.